ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇന്നലെ ഈദ് കഴിഞ്ഞ് ഈദ് വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിലും പോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ ഈദും. സോ അതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇപ്പം ഇന്നും ഇക്കാക്ക് ലീവുണ്ട്, പിന്നെ ഇക്കാടെ ഏട്ടന് അവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിലേക്ക് പോകാമെന്നുള്ളത്. പിന്നെ മ്യൂസിയം, പിന്നെ ദുബായ് മാള്, അതൊക്കെ ഒന്ന് ഇന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വ്ളോഗ്. ഇപ്പം ഇക്ക അവരെ കൂട്ടാൻ പോയിട്ടേ ഉള്ളത്. അപ്പോഴേക്ക് ഞാൻ ഒരുങ്ങി ഇറങ്ങി. ഇവിടെ ഉണ്ട് കാർട്ടൂൺ കാണുന്നത്. പിന്നെ മോർണിംഗ് തന്നെയാണ് ഇറങ്ങുന്നത്, ഈവനിങ് ഒന്നുമില്ല. ഇപ്പം ഏകദേശം സമയം 9:30 മണി. അപ്പം തന്നെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. വേറെ എവിടെ പോകുന്നല്ലോ. അപ്പോൾ ഫാമിലിയിലും വന്ന് നമ്മൾ ഇത് പോകുന്ന മോർണിംഗിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫില്ലറ്റ്സ് പൊരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ കഴിച്ചുകൊണ്ട് പോവുകയെന്ന്. അപ്പം കാർണോർ അടുത്താണ് ഫസ്റ്റ് പോയിട്ടുണ്ടായത്. അപ്പം അവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അവർ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ബുർജുല്ലർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാത്രം അതൊന്ന് കണ്ടിട്ട് തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടത്തേക്ക്. നല്ല ചൂടിന് ഒരു തണൽ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്നതാണ്. ഇനി എത്ര ചൂടുണ്ടെങ്കിലും ടൂറിസ്റ്റ് ആൾക്കാർക്ക് ഒരു കുറവുമില്ല കേട്ടോ. അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുക്കാൻ പോയപ്പോൾ ഞങ്ങളിവിടെ ഇരുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കാർണോറ റൂമിലേക്ക് തന്നെ പോയി. അവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കുടിച്ചു. അപ്പം കസിൻ്റെ ഹസ്ബൻഡും വരാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പോകുന്ന വഴി ഒരുപാട് ആൾക്കാരെ ഇനിയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ക്യാമറ ഓണാക്കി ഇവരിൽ ഡീസൻ്റ് ആവുന്ന അവല് അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇതൊരു 1% ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അസിമാമ്മക്ക് 8 മക്കളാണ്. ആ മക്കളും മക്കളെ ഹസ്ബൻഡും മക്കളെ വൈഫുകാരൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഫാമിലിയാണ്, മാഷാ അല്ലാ. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ള ആൾക്കാർ മാത്രമേ, ഇത് വെക്കേഷനല്ല, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളവർ ഞങ്ങൾ ഒത്തുകൂടിയതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഒരു 1.5 മണിക്ക് മറ്റേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത് ഒരു 3:30 മണിക്കാണ്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വിശന്ന് പോരുന്നത് കൊണ്ട് തന്നെ ഫുഡ് കിട്ടിയപ്പം വേഗം അങ്ങ് കഴിച്ചു. വീഡിയോസ് എടുക്കാറൊന്നും ടൈമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് കറാമയിലേക്ക് ഇട്ടു. കറാമയിൽ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുസ്തൂക്ക. അങ്ങനെ മുസ്തൂക്കാനെ കണ്ടു. അപ്പോൾ അവരെ ഷോപ്പാണ് കേട്ടോ കറാമയിലുള്ള ലിൽ കിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കോർഫക്കാനിലേക്കാണ് വിട്ടത്. ഞാൻ രാവിലെ ഇൻട്രോ എടുത്തതൊന്നല്ല നടന്നത്. എവിടെയൊക്കെയോ പോകണമെന്ന് പ്ലാൻ ചെയ്തു. ലാസ്റ്റ് എത്തിയത് കോർഫക്കാനിലാണ്. കോർഫക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആ ഒരു സ്ഥലമല്ല, അതിലും കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഞങ്ങളാകെ അവിടെ പോയിട്ട് തിരിച്ചു വിടുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ബീച്ചും പിന്നെ വാട്ടർഫോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടത്തേക്കാണ് പോയിട്ടുണ്ടായത്. സമയം വ്ളോഗ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. നീ പറഞ്ഞ പറ അറിയോ നീയല്ല, ഞാൻ അമൽ ബെല്ല ഫാനാണ്. എന്നെ ഒരു ഫോട്ടോ ചോദിച്ചിട്ട് തരുന്നില്ല. കുശുമ്പ് കാണിക്കുന്നു ഗായ്. എന്ത് കുശുമ്പ്? ചൂടുള്ള ചടത്തില് മാമ മറ്റേ ഇങ്ങനെ വള്ളത്തിലായിട്ട് റെക്കോർഡ് അടിക്കാൻ നമുക്ക് മേലേക്ക് കാണിച്ചു കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ നല്ല തണുപ്പുണ്ടായിന്, ഇപ്രാവശ്യം നല്ല ചൂട്.
ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടേനി. അപ്പം ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. എൻ്റെ മൈക്ക് ഓണായിരുന്നു, ബട്ട് വീഡിയോ എടുത്ത ആൾ മൈക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായില്ല. അതാ സംഭവം. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ വന്ന് ഞാൻ എന്ത് പറയും വ്ളോഗില് ഈ ഒരു സംഭവം പാലസ് ആണോ അല്ല സ്റ്റേഡിയം ആണോ അങ്ങനെ ഒന്നും മനസ്സിലായിട്ടുണ്ടായില്ല. അതാണ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായത്. ഇങ്ങനെ ജീവിച്ചു പോന്നല്ലേ. റൂമാ അങ്ങനെ ഞാൻ ഡെസ്റ്റിനേഷൻ ഇല്ല. ഇത് പാർട്ട് ടൈം ഇവിടെ നോക്കിയെടുത്തല്ലോ. ഹരിത കർമ്മസേന ഇവിടെ അല്ല ഈ പാർട്ട് ടൈം ഇവിടെ നോക്കിയെടുത്തല്ലോ. ഇത് ഉപ്പാ കൊടുക്കുന്ന ഇല്ല ഇല്ല എന്റെ ചളി വെച്ച് ഞാനോട് എന്താ പറയാ 1 ലക്ഷം രൂപ സാലറി അങ്ങനെ ചെക്കനാന്ന്. ഷംഷാദിന്റെ ചെരുപ്പ്, പാന്റ്, ടീഷർട്ട്, ഇത് ട്രെൻഡുകള്, ഇത് ടോക്കിയോ ടോക്കീസ്. ഷെയ്മ സുഫിയാനാണ് എന്റെ കൂടെ ഉള്ളത്. ഇത് പറയുന്നത് ട്രെൻഡുകൾ. ഞാൻ പറയുന്നത് SMPT ലക്ഷ്മി ചേച്ചി നിങ്ങൾ അറിയാ ഇത് രസം ഉണ്ടോ ഇല്ല എന്നല്ലേട്ടാ. നിങ്ങൾ പറയുന്നത് അന്ന് ഇവന് മറ്റേ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളാക്കി നമ്മ അങ്ങനെ പോക്കായി ഗൈസ്. എത്ര 2 മണിക്കൂറത്തെ യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആകെ പക്ഷെ 10 മിനിറ്റ് നിന്നിട്ട് അറിയുമ്പോ പോവാല. തീരെ ചൂടില്ലാത്തോണ്ട് തീരെ നമുക്ക് പിന്നെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ചൂടുണ്ട് പക്ഷെ നിങ്ങൾ നോർമലി സംസാരിച്ച് പിന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇതിടൂ. നിങ്ങൾ അറിയട്ടാണ് നിങ്ങൾ ഇങ്ങനല്ല ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആവുന്നതെന്ന്. അപ്പൊ പോക്കായി ഐസ്. ഇനി ഫുഡ് കഴിക്കണം. ഏതാ ഫുഡ് എന്ന് അറിയില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകലായി. കുറച്ച് ടീം ഒരു കാറിൽ, കുറച്ച് ടീം മറ്റേ കാറിലും ആയിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും 2 മണിക്കൂറത്തെ യാത്ര. അങ്ങനെ പണ്ടേത്ത് കൊല്ലം ജാഫിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഈദിൻ്റെ ഹോളിഡേ കഴിഞ്ഞ് നാളെ പണിക്ക് കയറണമെന്നുള്ള ടെൻഷനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പം പിന്നെ കസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുക, ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞാൽ അങ്ങനെ വീണ്ടും നമ്മൾ ദുബായിലേക്ക് ഒന്ന് പോയി. അപ്പം ഈ ഒരു ലീ കഫേയാണ് അവരെ റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ നിന്ന് നല്ല ഫിഷ് ഗ്രില്ലും ചിക്കൻ ഗ്രില്ലും പാസ്തയാണ് എനിക്ക് നല്ല ഇഷ്ടമായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു. അതിനപ്പോ നമ്മള് അങ്ങനെ ഫുഡൊക്കെ ലീ കഫേന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾക്ക് പോകാം.